എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലേക്കുള്ള ലഞ്ചും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൂടാതെ കുറച്ച് വീട്ടിലുള്ള കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് പൂരി മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൂരിക്ക് ആവശ്യത്തിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം, കുറച്ച് പേർക്ക് പൂരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ മാവ് രണ്ടിനും കൂടിയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പൂരി മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് റവ കൂടെ ചേർക്കും. ഇപ്പോൾ രണ്ടിനും കൂടെ ഒരുമിച്ച് കുഴച്ചെടുക്കുന്നതുകൊണ്ട് ഗോതമ്പ് പൊടി മാത്രമേ ഇതിൽ ചേർത്തുന്നുള്ളൂ. നല്ല തിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചൂടുള്ള വെള്ളമൊന്നും അല്ല ചേർത്തിരിക്കുന്നത്, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പച്ചവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എപ്പോഴും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ അധികം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങൾ കാണുന്ന രീതിയിലാണ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കിത് കുറച്ച് തിക്കായിട്ട് തോന്നി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും കുറച്ച് വെള്ളം ഉഴുന്ന പരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും അതെല്ലാം ചേർത്തൊന്ന് കടുക് വറുത്ത് ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി എപ്പോഴും കൂടി പോകരുത്, ചെറിയ അളവിൽ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയും പൂരിയും എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് തൂവി കൊടുത്തിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ചപ്പാത്തി എല്ലാം പരത്തിയെടുക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ കളിയാക്കരുത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് അത്രയ്ക്ക് റൗണ്ട് ഷേപ്പൊന്നും ആയിരിക്കില്ല. അങ്ങനെ ചപ്പാത്തി നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. പൂരി ആണെങ്കിൽ ചെറിയ കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പൂരി എപ്പോഴും കുറച്ച് വട്ടം കുറവായിരിക്കും, കുറച്ച് തിക്കിലായിരിക്കും ഞാൻ പരത്തിയെടുക്കുക. അപ്പോൾ ഉണ്ടാക്കിയ ഓരോ ചപ്പാത്തിയും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കുറച്ച് പൊടി വെതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലായിട്ടാണ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് ചുട്ടെടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ പൂരിക്കുള്ള ഇതാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത് വട്ടം വളരെ കുറവായിരിക്കും, പക്ഷേ കുറച്ച് തിക്നെസ് ഉണ്ടാകും. അപ്പോഴേ നല്ല പൊങ്ങി വരുള്ളൂ, നല്ല പൊള്ളി പപ്പടം പോലെ നല്ല പൊള്ളി വരുള്ളൂ കേട്ടോ പൂരി. കുറച്ച് റവ കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിപ്പോൾ റവയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് ഒരു അടുപ്പിൽ ചപ്പാത്തിക്കുള്ള പാനും വെച്ച് അടുത്ത അടുപ്പിൽ പൂരി ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് അതിലേക്ക് ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തന്നെ കഴിയും. ഒരുപാട് നേരം നമുക്കിതിന് വേണ്ടിയിട്ട് ഇനി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പൂരി റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാണെങ്കിൽ രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് പണി നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൊതുവേ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ അടുപ്പിൻ്റെ സൈഡിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് തോന്നാറുണ്ട്. അപ്പോൾ എത്രയും വേഗം ഈ അടുപ്പിൻ്റെ അടുത്തുള്ള ജോലിയൊന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുപോലെ പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലി നല്ല എളുപ്പത്തിൽ തീരും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വീട് ക്ലീനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടിക്കലും അങ്ങനെ ക്ലീനിങ് തുടയ്ക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ നടക്കും. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ റേഷൻ കിറ്റിൽ കിട്ടിയ കടല കുറച്ചധികം തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കുറച്ച് തീർക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിനൊരു പ്ലേറ്റിലാക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി കുറച്ച് തേങ്ങയൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മുറ്റത്ത്, തേങ്ങ ആട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ അതിനായിട്ട് ഇതിനെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുട്ടികളിവിടെ മൊബൈലും ഫോണും വെച്ച് കളിയാണ്. പുറത്ത് പോയി കളിക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ലോക്ക്ഡൗൺ ആയി എല്ലാവരും അകത്തിരിക്കുകയാണല്ലോ. അപ്പോൾ
അവർ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് തന്നെ കണ്ട് സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, സാൻവി അച്ചു എന്നാണത്. അപ്പോൾ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിലിട്ട പ്ലെയിൻ ബിരിയാണി റൈസില്ലേ, ആ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീണ്ടും അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതും കൂടെ വെച്ചു. അപ്പോൾ എഗ്ഗ് ബിരിയാണിയാണെന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിക്കാനുള്ളൊരു സൂത്രമായിരുന്നു. അപ്പോൾ പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. ബിരിയാണി റൈസിൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർ അതൊന്ന് പോയിട്ട് കാണണേ. അപ്പോൾ ലഞ്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ചൂടാക്കാനായിട്ട് വെച്ച കടല നന്നായിട്ട് ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് നമ്മുടെ നൊസ്റ്റാൾജിക് ഒരു ഐറ്റം ആയിട്ടുള്ള ഉപ്പ് കടല ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാകുന്നവരെ ഉപ്പിനെ ഒന്ന് വറുത്തെടുക്കണം. ഉപ്പ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ചായിട്ട് കടല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, ഒന്ന് കരിയണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പ് ചൂടായിട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല പോപ്കോൺ പൊട്ടി വരില്ലേ, അതുപോലെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇത് വൈകുന്നേരത്തുള്ള വിളക്കൊക്കെ കൊളുത്തി കുട്ടികളെ കുറച്ച് നേരം എഴുതാനായിട്ട് ഇരുത്തും. ഇപ്പോൾ വെക്കേഷനാണ്, പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മൾ എഴുതിപ്പിക്കാണ്ടിരുന്നാൽ ഒരു ഗ്യാപ്പ് വരും, അവർക്ക് കുറച്ച് മടിയാകും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഡെയിലി കുറച്ച് നേരം എഴുതിപ്പിക്കാറുണ്ട്, എന്തെങ്കിലും വായിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.